ഇന്നൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കിയാലോ. അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പച്ചമുളക് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതും കൂടി ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നേരിയതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 മുട്ട എടുക്കുക കേട്ടോ. എന്നിട്ട് ആ മുട്ടയുടെ നന്നായിട്ടൊന്ന് ആ തക്കാളിയുടെയും സവാളയും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേറെ പൊടികളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു പൊടികളും ആഡ് ചെയ്യുന്നില്ല, മുളക് പൊടിയൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പുട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. 1 മിനിറ്റ് മാത്രം മതി, ഏറ്റവും സിമ്പിൾ വേണം. ജസ്റ്റ് ഒന്ന് ചൂട് കയറി വരാനാണ്. നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പുട്ടൊക്കെയാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സ് സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. ഇതൊരു നെയ്യിലായതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊരു ലഞ്ച് ബോക്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതൊരു നെയ്യുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ കുട്ടികൾ നല്ലതുപോലെ കഴിച്ചോളും. എരിവും കൂടുതലില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കുക. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.